ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം ആദ്യ പ്രതി അതായത് മുരാരി ബാബു പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം പുറത്തിറങ്ങും. ഇത്തരത്തിൽ ആദ്യം അറസ്റ്റിലായ എല്ലാ പ്രതികളും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കടകംപള്ളിയും PS പ്രശാന്തും പോലെയുള്ളവർ അകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം SIT വീണ്ടും ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു തവണ കൂടി ചോദ്യം ചെയ്താൽ അത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് നേരത്തെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള പല ചാനലുകളും ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കടകംപള്ളിയെ പൂട്ടാനുള്ള SITയുടെ നീക്കങ്ങളാണോ? ഈ കടകംപള്ളിയെയും അല്ലെങ്കിൽ പ്രശാന്തനെയൊക്കെ പോലുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമുക്കറിയില്ല ഇവരൊക്കെ കുറ്റക്കാരാണോ എന്നൊക്കെ SIT ആണ് പറയേണ്ടുന്നത്, അല്ലെങ്കിൽ കോടതിയാണ് പറയേണ്ടത്. ഇടാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല മുരാരി ബാബുവിനെ പുറത്തുവിട്ടത് എന്നുള്ളതാണ്. നമുക്ക് മുരാരി ബാബു അറസ്റ്റിലായിട്ട് 90 ദിവസങ്ങൾ കഴിയും. ആദ്യ കേസിലാണ് മുരാരി ബാബു അറസ്റ്റിലാകുന്നത്. അപ്പോൾ 90 ദിവസങ്ങൾക്ക് കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായ ജാമ്യം ലഭിക്കും. അല്ലാതെ മുരാരി ബാബു കുറ്റക്കാരനല്ലാത്തത് കൊണ്ടല്ല ജാമ്യം ലഭിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലൊക്കെ നമ്മൾ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ കേസിലൊക്കെ ജാമ്യം ലഭിച്ചപ്പോൾ കോടതിക്ക് മുന്നിൽ വേണ്ടത്ര തെളിവുകൾ കിട്ടാത്തത് കൊണ്ടാണ് അയാൾക്ക് ജാമ്യം ലഭിച്ചത്. ഇതങ്ങനെയല്ല. 90 ദിവസത്തിലുള്ള ഒരു അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി ആ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ആൾക്ക് ജാമ്യം കിട്ടുവാനുള്ള അവകാശം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നുണ്ട്. മുരാരി ബാബുവിന് മുമ്പ് ആദ്യ കേസിൽ സ്വർണ്ണപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരുന്നു, കള്ളം പോറ്റിക്കായിരുന്നു. എന്നാൽ രണ്ടാമത് കട്ടളപ്പാളി വിവാദം അത് രണ്ടാമതൊരു കേസായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൽ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഈ കള്ളം പോറ്റിയും പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. SITയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. വേണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് സംസ്ഥാന സർക്കാരും SITയും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറ്റപത്രത്തിൽ താമസിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് ഓരോന്നും ഭേദിച്ച് വേണം ഇതിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്ക് അല്ലെങ്കിൽ ഈ കൂട്ടത്തിലുള്ള കൂട്ടാളികളെ മുഴുവൻ SITക്ക് അന്വേഷിച്ച് കണ്ടെത്താം. ഒന്നിൽ തുടങ്ങി ഈ പണ്ട് മണി ചെയിൻ പദ്ധതി ഉണ്ട്. എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് 2 കാല്, BAയും CAയും ചേർത്തു. Bക്ക് 2 കാല്, അയാൾ DAയും EAയും ചേർത്തു. ഇപ്പുറത്ത് Cക്ക് 2 കാല്, അയാൾ പോയിട്ട് Zനെയും Iയും ചേർത്തു എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഒരാൾ അവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കാരണം ഇത് ചെറിയ പരിപാടിയൊന്നും അല്ലല്ലോ. ഒന്നാമത് കോടികളുടെ ഒരു ബിസിനസ്സാണ്. രണ്ടാമത് ശബരിമല പോലെ അതിതീവ്ര സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് സ്പിരിച്വൽ വാല്യൂ ഉള്ള, മണി വാല്യൂ ഉള്ള ഇത്രയും മെറ്റീരിയലുകൾ എന്ത് ചെയ്തത്, മോഷ്ടിച്ചുകൊണ്ട് പോയി വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊരു ദേവസ്വം ബോർഡ് വാച്ചറിനോ ഒരു ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർക്കോ ഒരു ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ഓഫീസർക്കോ മാത്രം കഴിയുന്നൊന്നല്ല. അതിൽ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ തന്ത്രിയുടെ അറസ്റ്റിനോടുകൂടി ഇത് വാജിവാഹനവുമായി ബന്ധപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ നടത്തിയ കൊള്ളയാണ് എന്ന് കാണിച്ചു. ജീവിച്ചിരിക്കുന്നില്ലല്ലോ, പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അജയ് തറയിലെ തിരക്കിപ്പോയി. എന്നാൽ ഈ ദേവസ്വം ബോർഡിൽ ഈ സമയത്ത് CPMന്റെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അയാളെ പറ്റി അങ്ങ് മെൻഷൻ ചെയ്ത് കണ്ടില്ല. അയാൾ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഇതൊക്കെ തീരുമാനിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വാജിവാഹനം കൊടുക്കുമ്പോൾ പുറകിൽ ഇളിച്ചോണ്ട് നിപ്പുണ്ട് ഈ മനുഷ്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സാഹചര്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മാധ്യമങ്ങൾ ചെയ്തത് ഇത് മുഴുവൻ കോൺഗ്രസിൻ്റെതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. അടൂർ പ്രകാശുമായുള്ള ഫോട്ടോസ്, സോണിയാഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോസ്, ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത്. ഇപ്പം ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിനൊപ്പം സെൽഫിയുള്ള ഒരുപാട് നാട്ടുകാർ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സെൽഫി എടുത്തു വെച്ചിട്ട്, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയായിട്ടുള്ള സെൽഫി എടുത്തു വെച്ചിട്ട് ഉമ്മൻചാണ്ടിക്ക് ഈ പീഡനത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ പോറ്റിയുടെ വീട്ടിൽ ഈ ദേവസ്വം ബോർഡ് മന്ത്രിയോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയോ ഒക്കെ പോയെന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ പരിചയമുള്ള അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിക്കുമ്പോൾ വീടുകളിലൊക്കെ പോവുക, ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറയാണ് 7 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്, എനിക്ക് ഓർമ്മയില്ല എന്നാണ്. ശരിയാണ്. 7 വർഷം മുമ്പുള്ള ഒരു കാര്യം ഹർഷയോട് ചോദിച്ചാൽ ഹർഷയ്ക്ക് ഓർമ്മയുണ്ടോ? 7 വർഷം മുമ്പ് ഹർഷ എടപ്പള്ളിയിൽ ഇന്ന വീട്ടിൽ ഇന്ന പോയപ്പോൾ കയ്യിലിരുന്ന പൊതിയിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ ഹർഷയ്ക്ക് മറുപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്വന്തം വീട്ടിലെ കാര്യം പോലും ഓർമ്മയുണ്ടാവില്ല. 7 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ അമ്മയുടെയും പിറന്നാളിന് എന്താ വാങ്ങിക്കൊടുത്തതെന്ന് ചോദിച്ചാൽ ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ ഓർമ്മയില്ല, പിന്നെ അങ്ങനെ 7 വർഷത്തെ. അപ്പോൾ അതൊക്കെ ഒരു സ്വാഭാവികമാണ്. പക്ഷെ ഇത് തെളിവുകൾ ഇതങ്ങനെയല്ല. അതൊക്കെ ഇവരുടെ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള പ്രൂഫുകൾ മാത്രമാണ്. ഈ ബന്ധത്തിന്റെ ആഴം എന്ത് മാത്രമാണെന്നുള്ളതാണ്. ഇപ്പൊ സോണിയാഗാന്ധി ഇയാൾ കണ്ടു, ഫോട്ടോ എടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. സോണിയാഗാന്ധി കളറിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് സോണിയാഗാന്ധി ചോദ്യം ചെയ്യണതാ. അതിനെന്തെങ്കിലും തെളിവുകൾ ലഭിക്കണ്ടേ?
അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ കളവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിക്കണ്ടേ? വെറുതെ ഈ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തിയിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ മുൻ MLA, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി, നിങ്ങളുടെ CPM-ന്റെ വലിയ സമുന്നതനായ നേതാവ് അകത്ത് കിടക്കുന്നുണ്ട്. അയാളെ ഇതുവരെ സസ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല, പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് തന്ത്രിയിലേക്ക് എത്തിയ സ്ഥിതിക്ക് മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഉറപ്പായും മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടും. ഞാൻ വിശ്വസിക്കുന്ന ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കം മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നേഷൻ ഫസ്റ്റിന്റെ പഴയ ഫീഡ് എടുത്ത് നോക്കിക്കൊള്ളുക. ഞാൻ പറയുന്നുണ്ട്, ഈ കേസ് അന്വേഷിക്കുന്നത് കോടതിയല്ല, ഈ കേസ് അന്വേഷിക്കുന്നത് SIT അല്ല, ഈ കേസ് അന്വേഷിക്കുന്നത് സാക്ഷാൽ ശബരിമല ശ്രീധർമ്മശാസ്താവാണ്. അതിന്റെ തെളിവുകളല്ലേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്? എന്റെ ഭാഗം ശരിയായിരുന്നു, നേഷൻ ഫസ്റ്റിന്റെ ഭാഗം ശരിയായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നേ. 10 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ അതിന്റെ ചാർട്ടിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തുണ്ടാവും? കാരാഗ്രഹവാസം ഉണ്ടാവും, കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകും, മാനനഷ്ടമുണ്ടാകും. ആർക്ക്? ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അധികാരത്തിലിരിക്കുന്ന, അതിനെ ഭരിക്കുന്ന ഭരണസമിതിയിൽപ്പെട്ട ആളുകൾക്ക്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, സ്പെഷ്യൽ ഓഫീസർ, സബ് ഗ്രൂപ്പ് ഓഫീസർ, ഉദ്യോഗസ്ഥന്മാർ, തന്ത്രി, ദേവന്റെ പുതുസ്ഥാനീയനായ തന്ത്രി. ഇനി ഇതിൽ പിടിക്കാനുള്ളത് ആരെയാ? ആ ബോർഡ് ഭരിക്കുന്ന മന്ത്രി. ഇപ്പൊ മന്ത്രിയിലേക്ക് ഇത് പോകുമോ എന്ന് ജനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ പോയിട്ട് ഞങ്ങളുടെ കയ്യിൽ 98 പേരുണ്ട്, ഞങ്ങൾ പാടിത്തോപ്പിക്കാം എന്നുള്ളതാണ് ഇവർ വിചാരിക്കുന്നത്. അവസാനം പാടിത്തോപ്പിക്കാൻ ആസ്ഥാന പാട്ടുകാരനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ ഏൽപ്പിച്ചു. പക്ഷെ പുള്ളിക്ക് പറ്റിപ്പോയത് അയ്യപ്പ വരെ രായപ്പ ആയിപ്പോയി, MP രാജേഷ് പിണങ്ങിപ്പോയെന്നൊക്കെ കേട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തെ കാണേണ്ടത് ആ രീതിയിലാണ്. ഇനി ദേവപ്രശ്നത്തിന്റെ മുഴുവൻ ചാർത്തിൽ 1 2 എണ്ണം അതെടുത്ത് അരച്ചു ഗുണിച്ചു പഠിച്ചാൽ 10 വർഷങ്ങൾക്ക് മുമ്പേ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വിശ്വാസങ്ങൾ ശബരിമല ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം KV ഗണേഷ് കുമാർ പറയുന്നത് കേട്ടു, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ എല്ലാം അച്ഛനെയാണ് പിടിക്കുന്നത്. എന്ത് കാര്യം അറിയാൻ വയ്യ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയവർ വാഴയിലയിൽ കിടന്നേ മരിക്കുള്ളൂ. ഹിന്ദു ആചാരപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ വാഴയില വെട്ടി അത് കിടന്നു. പക്ഷെ വാഴയില കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ ശയ്യാവലംബിയായി ശരീരം പൊട്ടിയൊലിച്ച് വ്രണങ്ങൾ വന്ന് ദുരിതിച്ച് മരിക്കുക എന്ന് പറയില്ലേ, പുഴുത്തു മരിക്കുക എന്ന് പറയില്ലേ, അതിന് പറ്റുന്നത് മറ്റൊരു പേരാണ്. കാരണം ഈ ഇങ്ങനെയൊക്കെ പുഴുക്കുന്നവരെ പണ്ട് വാഴയില കിടത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കും, ബെഡ്ഷീറ്റും ഒക്കെ ഒട്ടിപ്പിടിക്കും. അപ്പൊ വാഴയില കിടന്നേ മരിക്കുള്ളൂ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇനി പുള്ളിയുടെ സ്വഭാവം അറിയുന്നുണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞാണോ ശബരിമലയിൽ കേട്ട് വരരുത്, തമാശ. ഓക്കെ, അപ്പോ സ്വാഭാവികമായും ശബരിമലയിൽ നിന്ന് കട്ടവന്മാരൊക്കെ അനുഭവിച്ചേ തീരൂ. അതെ, തീർച്ചയായിട്ടും. ശബരിമലയിൽ നല്ല വിശ്വാസമുള്ള ഏത് ദേവസ്ഥാനമാകട്ടെ, ഏത് മതത്തിന്റെയോ ആകട്ടെ, ഭഗവാന്റെ സ്വത്ത് കട്ടവന്മാരൊക്കെ അനുഭവിച്ചേ തീർന്നിട്ടുള്ളൂ. അതെ, ഇവിടെ ഇപ്പോൾ മുരാരി ബാബുവിന് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ED ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ്. ED ചോദ്യം ചെയ്യാൻ പോവല്ല, യുവമാര് കാലങ്ങളായി ഉണ്ടാക്കിയതും ശമ്പളം വാങ്ങിയതും സ്വത്തുക്കളായി കിട്ടിയ പുതുസ്വത്ത് കിട്ടിയതും ചെയ്യുമെന്ന് എനിക്കറിയില്ല. മുഴുവൻ കണ്ടുകെട്ടാൻ പോവാണ് ED. കണ്ടോണ്ടിരിക്കാനേ പറ്റൂ. അല്ല, പക്ഷെ കേരളത്തിൽ ഇത്തരത്തിൽ ED അന്വേഷിച്ച ഒട്ടുമിക്ക കേസുകളും എവിടെയും എത്താതെ പോയിട്ടുണ്ട് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ഇപ്പോൾ പിണറായി വിജയനെതിരെ വന്ന് നോട്ടീസ്. ED അന്വേഷണമല്ല, അത് പിണറായി വിജയൻ അല്ലല്ലോ മുരാരി ബാബു. പിണറായി വിജയനെ കൊണ്ട് അവിടെ വേറെ ആളുകൾക്ക് പല ആവശ്യങ്ങളും ഉണ്ട്, മുരാരി ബാബുവിനെ കൊണ്ട് ഒരു ആവശ്യമില്ല. മാത്രമല്ല പിണറായി വിജയനെ നോട്ടീസ് കൊടുത്തത് അയ്യപ്പന്റെ സ്വന്തം കണ്ടതിലല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഭഗവാനാണെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്നത് യുവമാര് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങും, ജാമ്യം കിട്ടി ശിക്ഷ വരുന്നവരെ ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നടക്കുമല്ലോ. ഒരു വാഴക്കൊല വെട്ടാൻ പറ്റത്തില്ലല്ലോ, പറമ്പുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വാഴക്കൊല വെട്ടി വയ്ക്കാൻ പറ്റത്തില്ല. മൊത്തം ED കണ്ടു കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ്.